ഇതാണ് ആങ്കറിൻ്റെ 15 watt അൾട്രാ ഫാസ്റ്റ് മാഗ്നറ്റിക് ചാർജ് വിത്ത് സ്മാർട്ട് ഡിസ്പ്ലേ. ഇവിടെ ഒരു USB-C എൻഡ് ഉണ്ട്, ഒരു കിക്ക് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഡിസ്പ്ലേ. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, മെയിൻ സെല്ലിംഗ് പോയിൻറ്റ്. ഈ ഡിസ്പ്ലേയിലൂടെ നമുക്ക് ചാർജിങ് കാണാൻ പറ്റും. ഒരു ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് സ്റ്റേറ്റസ് ആണ്. ഇതിപ്പോൾ 100% കപ്പാസിറ്റി ആണ്. 2 പ്രാവശ്യം അമർത്തിക്കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് സംഭവം. ഇത് ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ സൈനും കാണാം. ഇത് കാണാനും ഉപയോഗിക്കാനും അതിൻ്റെ കളർ ക്ലാരിറ്റിയും എല്ലാം അടിപൊളി. ഇതാണ് ഇതിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിൻറ്റ്. ഇതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് തന്നെ. ആൾക്കാർ ഇത് വാങ്ങാൻ കാരണം തന്നെ ഈ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് വേറെ ഉണ്ട് ഡിസ്പ്ലേ ഇല്ലാത്ത. പക്ഷേ ഈ ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന വേറെ തന്നെ ഒരു സുഖമാണ്, ഇതിലോട്ട് കാണാനും കാര്യങ്ങളിലും. അപ്പോൾ ഈ ബട്ടനെ കൊണ്ടാകിയ ഒരു ഉപയോഗമുള്ളൂ. ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ചാർജ് അറിയൂ, 2 പ്രാവശ്യം അമർത്തിക്കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യും. ഇപ്പോൾ വയർലെസ് നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ മേലെ കുത്തിക്കഴിഞ്ഞാൽ തന്നെ അത് ചാർജ് ചെയ്യാൻ തുടങ്ങും. അത് മാഗ്നറ്റിക് സർഫേസ് ആണ്, ഈ ഫ്ലാറ്റ് സർഫേസ് QI2 ആണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. 15 watt കിട്ടും. പഴയതെല്ലാം 7.5 watts ഇത് 15 watt. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്. ഇതിനെ കൊണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ട് ആണ്. അതായത് ഇതിനെ ചാർജ് ആക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ 15 watt മേലെ വേണമെങ്കിൽ 27 watt ഫാസ്റ്റ് ചാർജിങ്ങിന് വേണമെങ്കിൽ നമുക്ക് കേബിൾ വഴി ചാർജ് ചെയ്യാം, USB-C to USB-C. പിന്നെ ഈ സ്റ്റാൻഡ് നല്ല ഉപയോഗമാണ് കേട്ടോ. നമുക്ക് ഫോണ് പ്രത്യേകിച്ച് നമ്മൾ പ്ലെയിനിലുള്ള യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ വെക്കാൻ നല്ല സുഖം, നല്ല ഒട്ടി നിൽക്കുന്നുണ്ട് കാന്തം പോലെ. ഒരു അലൂമിനിയം മെറ്റൽ ഫിനിഷാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്, ബൾക്കിയാണ്, എന്നാലും മോശമില്ല, തിരക്കടില്ല. അത് മര്യാദയ്ക്ക് ഒട്ടി നിൽക്കുന്നുണ്ട് ഫോണിൻ്റെ കൂടെ, ഉപയോഗിക്കാനും പറ്റും. ഇപ്പം നോക്കിക്കോ, ഉണ്ടോ, നല്ല കാന്തം പോലെ അങ്ങ് ഒട്ടി നിൽക്കുന്നുണ്ട്. വീണൊന്നും ചെയ്യില്ല, കുത്തിയ ഉടനെ ചാർജ് ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ചാർജിങ് തന്നെ. പിന്നെ ഇങ്ങനത്തെ ഒരു ഫേസ് വേണം, ഒരു പ്ലെയിൻ കേസ്. ഇങ്ങനെ ഉണ്ടാകും, കൈമിൽ ഒതുങ്ങിയിട്ടുണ്ടാവും. വലിയ പ്രശ്നമൊന്നുമില്ല, കാണാൻ കുറച്ച് തടികളുണ്ട്, എന്നാലും നല്ല ഒട്ടി നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഉപയോഗിക്കാനൊന്നും. പിന്നെ ചാർജാണ് അടിപൊളി, നല്ല ഫാസ്റ്റ് ചാർജിങ്. നമുക്ക് ഒരു മണിക്കൂറിൽ എന്തായാലും 55% കൂടുതലായിട്ട് അങ്ങ് ചാർജ് ആവും. അപ്പോൾ കൈമൽ ഇങ്ങനെയാണ് ഇത് സാധനം ഒതുങ്ങി നിൽക്കാൻ. ഇനിയിപ്പോൾ ഇതാണ് ബോക്സ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്നതിനാൽ ആകെ കിട്ടുന്ന 2-3 കാര്യങ്ങളല്ലോ. അതായത് ഒന്ന് ഈ ചാർജർ, പിന്നെ ഉള്ളിലുള്ളതാണ് ഈ മാനുവലിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ജസ്റ്റ് വേസ്റ്റാണ്. ആകെ സേഫ്റ്റിയും കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ആ ബട്ടൺ വരെ ഉപയോഗിക്കേണ്ടതൊന്നും പറയുന്നില്ല. പിന്നെ USB to USB-C കേബിൾ, ഇത് 3 കാര്യമായിട്ട് വരുന്നത്. ഇത് ബ്ലാക്കും വൈറ്റിലും വരുന്നുണ്ട്. ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് എടുക്കുന്ന ഉപയോഗം ഈ ഡിസ്പ്ലേ നല്ല തിരിച്ചറിയും. ഇതിപ്പോൾ 0 ആണ്. നമ്മൾ തുറന്നപാട് അമർത്തി നോക്കുമ്പോൾ ചാർജ് ഒന്നുമില്ല. ഇനി നമുക്ക് ചാർജ് ആക്കണം. അപ്പോൾ USB-C കേബിൾ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. അപ്പം കണ്ട് ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ചിഹ്നം കാണിക്കും. ഇപ്പോൾ അതിൽ സമയം കാണിക്കുന്നുണ്ട. അതായത് 3 മണിക്കൂർ 58 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും. ഇപ്പം പറയുന്നത് 4 മണിക്കൂർ 23 മിനിറ്റ്. അതിങ്ങനെ വേരിയേഷൻ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെയാണ് ഈ കിക്ക് സ്റ്റാൻഡ് ഉപയോഗം. ഇങ്ങനെയാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാം. പ്രത്യേകിച്ച് പ്ലെയിനുള്ള യാത്ര ചെയ്യുമ്പോൾ അവിടെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ കാണാം. ഫോൺ ചാർജും ചെയ്യുന്നുണ്ടാവും, നമുക്ക് എന്താ വേണ്ടത് കാണാൻ പിടിക്കുക, ഒരു പ്രശ്നമില്ല. നല്ല കാന്തം മൊത്തുന്ന പോലെ നല്ലോണം ഒതുങ്ങി ഒട്ടി നിൽക്കുക. ചാർജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചാർജിങ്ങിൻ്റെ സിമ്പിൾ ഉണ്ട്. മേലെ അവിടെ സൈഡിൽ കാണിക്കും ചാർജ് ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ എടുക്കൂ ചാർജ് ചെയ്യാൻ അതും കാണിക്കുന്നുണ്ട്. അതായത് പവർ ബാങ്ക് എത്ര മിനിറ്റോട് തീരും. വേർട്ടിക്കലായിട്ടും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ടും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് പൊന്തിക്കണമെങ്കിൽ കുറച്ച് നുകം വേണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിലൂടെ വിരലിട്ടിട്ട് അതിനെ പൊന്തിക്കാൻ വേണ്ടി. കിക്ക് സ്റ്റാൻഡ് നമുക്ക് ബാക്ക് സൈഡ് വിരലിൻ്റെ ഉള്ളിലെല്ലാം പിടിച്ച് നേർക്ക് നിൽക്കാം. എന്താ നല്ല ഒതുങ്ങി നിൽക്കും സാധനം. നമുക്ക് ഈ സംഭവം നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നമ്മളെ ഫോൺ കവറാണെങ്കിൽ മാക്സേഫ് കമ്പാറ്റബിൾ ആയിരിക്കണം. ചാർജ് ചെയ്യുമ്പോൾ തന്നെ കാണും, അതിൻ്റെ ചിഹ്നം കാണിക്കും ചാർജ് ചെയ്യുന്നുണ്ടെന്ന്. ഇതണ്ട വീഴാത്തത്, നല്ല സ്ട്രോങ് മാഗ്നറ്റിക് സ്ട്രെങ്ത്താണ്. സൗണ്ടും കേട്ടോ. അത് ചാർജ് ചെയ്യുന്ന സ്റ്റേറ്റസും കാണിക്കുന്നുണ്ട്. ഓട്ടോ ഇമ്മീഡിയറ്റ്ലായിട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇത് ഹൊറിസോണ്ടൽ വെക്കുമ്പോൾ പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടാവും. കണ്ട, അപ്പോൾ സംഭവം അടിപൊളിയാണ്. നല്ലോണം ഒട്ടി നിൽക്കുന്നുമുണ്ട്.
മാക്സ് സേഫ് ചാർജിങ് ആണെങ്കിൽ ഇത് തന്നെ സംഭവം വാങ്ങേണ്ടത്. ആങ്കർ ഹീറ്റിങ്ങിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ അതിന് നോട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ 15 വാട്ട്സിനായിട്ട് സ്പീഡ് വേണമെങ്കിൽ വയർഡായിട്ട് കുത്തിയാൽ മതി, ഡയറക്റ്റ് USB-C to USB-C. അപ്പോൾ 27 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സ്പീഡിൽ കിട്ടും.